JK എഴുതി സംവിധാനം ചെയ്ത ഗിർ എന്ന ചിത്രം. കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമ്മൂടും പോലെയുള്ള രണ്ട് ഗംഭീര താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ സിനിമ പ്രതീക്ഷയോടുകൂടി തിയേറ്ററുകളിലേക്ക് എത്തിയത്. എങ്ങനെയുണ്ട് പടം? മാസ്റ്റർ റിവ്യൂവിലേക്ക്. JKയുടെ സംവിധാനത്തിൽ ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള എസ്ര ഉൾപ്പെടെയുള്ള സിനിമകളാണ് ഈ സിനിമ പ്രോമിസിംഗ് ആണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കാനുള്ള കാരണം. മാത്രമല്ല ഈ ഒരു ഇൻസിഡൻറ്റ് ഇതിന് മുൻപ് തന്നെ കേരളക്കര ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതീക്ഷകൾ വാനോളവുമാണ്. സിനിമ തിയേറ്ററിൽ സത്യം പറഞ്ഞ പോലെ വെള്ളിയാഴ്ചയാണ് റിലീസാകുന്ന ദിവസമാണ് ഞാൻ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഷോ ആയിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ലൈസൻസ് ഇഷ്യൂ കാരണം ചെറുതായിട്ടൊന്ന് ഡിലേ വന്നപ്പോൾ കുറേയേറെ പ്രേക്ഷകർ മഹാരാജ എന്ന സിനിമയിലേക്ക് കയറി, വിജയ് സേതുപതിയുടെ. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പ്രേക്ഷകർ പകുതിയായിപ്പോയി ഞാൻ കണ്ട തിയേറ്ററിൽ. പക്ഷേ അത് ഈ സിനിമയെ ബാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്യാവശ്യം നമുക്കൊന്ന് ചിരിക്കാനും ഒന്ന് എൻ്റർടൈൻ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു എലമെൻറ്റ് സിനിമയ്ക്കകത്തുണ്ട്. പടം തുടങ്ങി ഒടുക്കം വരെയും നമ്മളെ ഈ പറഞ്ഞ പോലെ ഒരു സിംഹക്കൂട്ടിൽ വീണു പോയൊരു പാവം മനുഷ്യന് സംഭവിക്കുന്ന അത്തരത്തിലുള്ളൊരു ഭയങ്കര വൈകാരികമായിട്ടുള്ള തീവ്രമായ ത്രില്ലറോ അതൊന്നുമല്ല. രസകരമായ മുഹൂർത്തങ്ങളാണ്. നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരന്, ഒരു സാധാരണ ചെറുപ്പക്കാരന് എന്തായിരിക്കും സംഭവിക്കുക? സിംഹത്തിൻ്റെ കൂട്ടിൽ വീണുപോയി, എന്തായിരിക്കും സംഭവിക്കുക? അതെന്തുകൊണ്ട് അയാൾ സിംഹക്കൂട്ടിലേക്ക് എടുത്ത് ചാടി? അങ്ങനെ ചാടിയാൽ ഏതൊക്കെ തരത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക? ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എങ്ങനെയൊക്കെ ഇതിനകത്ത് ഇടപെടേണ്ടി വരും? അതിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതൊരു സറ്റയർ കോമഡി ത്രില്ലറായിട്ടാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് JK. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിനെക്കുറിച്ച് എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോലെ ജമ്പ് കെട്ടുകളൊക്കെ ഒരുപാട് ശ്രമിച്ച, സറ്റയർ ഇൻസേർട്ടുകൾ ഒരുപാട് ശ്രമിച്ച ഒരു സിനിമയായിരുന്നു ഇത്. പക്ഷെ തിരക്കഥയിൽ കുറച്ചുകൂടി ഒന്ന് മുടുക്കമാകാമായിരുന്നു തോന്നി. അതില്ല എങ്കിൽ പോലും സിനിമ ഓൺ ടൈം വാച്ചബിളാണ്, മനോഹരമാണ്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഒന്നുകൂടി തിരക്കഥ മുറുകിയിരുന്നെങ്കിൽ കുറേയേറെ മികച്ച പ്രേക്ഷക പ്രതികരണത്തിലേക്ക് ഉറപ്പായിട്ടും സിനിമ പോയനെ. കുഞ്ചാക്കോ ബോബനിലേക്ക് വരാം. ചാക്കോച്ചൻ്റെ സിനിമകളൊക്കെ തന്നെയും മലയാളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് ഹീറോ എന്നുള്ളതിൽ നിന്നൊക്കെ മാറിയിട്ട് വേഴ്സറ്റൈൽ ആക്ടർ എന്നുള്ളൊരു ലെവലിലേക്ക് അദ്ദേഹം പോകുമ്പോൾ ഈ സിനിമയിൽ വളരെ മനോഹരമായി കോമഡി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. അദ്ദേഹം ഈ സിനിമയുടെ ഇതിൻ്റെ പ്രധാന കഥാപാത്രമായിട്ട് രജി നാടാർ എന്ന് പറയുന്ന ആളായിട്ട് അദ്ദേഹം വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നൊരു പ്രകടനത്തിനേക്കാൾ മികച്ച രീതിയിൽ കുഞ്ചാക്കോ ബോബൻ അത് ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് പറയാതെ വയ്യ. സുരാജ് ഏട്ടൻ്റെ ഒരു ഗംഭീര കംബാക്കായിട്ട് കോമഡി റോളുകളിലേക്ക്, ക്യാരക്ടർ റോളുകളിലേക്കുള്ളൊരു മടക്കം കൂടി ഈ സിനിമ നമുക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഇതിന് മുൻപ് ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ അദ്ദേഹം കോമഡി വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിലും ആ സുരാജ് ഏട്ടൻ്റെ ഒരു പഴയ ആംബിയൻസ്, നമ്മൾ കുടുകുടാ ചിരിച്ചു പോകുന്ന, അറിയാതെ ചിരിച്ചു പോകുന്ന സുരാജ് ഏട്ടൻ്റെ പെർഫോമൻസ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് വരിക എന്നതാണ് യാഥാർത്ഥ്യം. ആദ്യ ഹാഫിലേക്ക് ഈ പറഞ്ഞ സുരാജ് ഏട്ടൻ ഭയങ്കര സീരിയസ്, ചാക്കോച്ചൻ നന്നായിട്ട് രസിപ്പിക്കുന്നൊരു പകുതിയും, രണ്ടാം പകുതി വരുമ്പോൾ ചാക്കോച്ചനേക്കാൾ ഗംഭീരമായിട്ട് നമ്മുടെ സുരാജേട്ടൻ രസിപ്പിക്കുന്ന പകുതിയാണ്. വന്നു പോകുന്ന എല്ലാ ക്യാരക്ടറുകളും, അതിപ്പോൾ അലൻഷീറായിട്ട് മഞ്ജു ചേച്ചി എടുത്തു പറയണം. മഞ്ജു ചേച്ചിയുടെ വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസാണ് കാണാൻ കഴിഞ്ഞത്. അത് ചാനലുകളുടെ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളുടെ കിടമത്സരത്തിനെയൊക്കെ വളരെ കാര്യമായി ആക്ഷേപഹാസ്യത്തിലൂടെ പറയുന്നൊരു സിനിമ കൂടിയാണ്. അതുമാത്രമല്ല, മിക്കത് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ അന്ധവിശ്വാസികളാണെങ്കിൽ എന്ത് ചെയ്യും പോലെയുള്ള സംഗതികളൊക്കെ ഇത് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ സിനിമയുടെ പ്ലസ് ആയിട്ട് തോന്നിയുണ്ടല്ലോ, സിനിമ ബോറടിപ്പിക്കില്ല. നമ്മളിപ്പോൾ തിയേറ്ററിനകത്ത് കയറി സിനിമ കണ്ടു തുടങ്ങി ആ ഒരു ഫീലേ ഇല്ല. പകരം നമ്മൾ കണ്ടിരിക്കും. അത് കണ്ടു കഴിഞ്ഞിട്ടോ ഗംഭീരം എന്നും പറയില്ല. പക്ഷേ മനോഹരമായിട്ട് അത് വളരെ വളരെ നല്ല രീതിയിൽ ഒരേ രസച്ചരലിൽ അതിങ്ങനെ പോയിട്ടുണ്ട്. ഒരു കൂടുതൽ ഹൈപ്പിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫ് ഒരുപാട് മുകളിലേക്കും ഒരുപാട് താഴേക്കും പോകാതെ ഒരേ ലെവലിൽ തന്നെ സിനിമ പോകുന്നുണ്ട്. നമ്മുടെ ഈ കഴിഞ്ഞു പോയ സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ള സമയത്തിനിടയ്ക്ക് നമുക്ക് രസകരമായിട്ടുള്ള ഒത്തിരിയേറെ മുഹൂർത്തങ്ങൾ സിനിമ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മ്യൂസിക് ഈ ഡോണിൻ്റെ മ്യൂസിക്കാണ്. അത് ആ സിനിമയുമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് അതിനകത്തൊരു സ്പെഷ്യൽ സംഗതി ഒന്നുമില്ല. ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ പോലെ ഈ സൂപ്പറാട എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, വൈബായിട്ട് മാറിയ ഒരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ഈ സിനിമയ്ക്ക് അത്യാവശ്യം ഒരു എൻഡ് പഞ്ച് പോലൊരു ഗംഭീര ക്ലൈമാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ക്ലൈമാക്സിൻ്റെ കാര്യം പറയണം, നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഗതി അല്ല ക്ലൈമാക്സ്. നമ്മൾ വിചാരിക്കുന്നത് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ സിംഹത്തിൻ്റെ കൂട്ടിനകത്ത് അകപ്പെട്ടു പോകുന്നു, അപ്പോൾ അവന് സിംഹം വഴി എന്ത് സംഭവിക്കുമെന്നുള്ളതാണല്ലോ ക്ലൈമാക്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതല്ല. അത് പടത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം എത്തുമ്പോഴേക്കും ഈ സിംഹക്കൂട്ടിൽ നിന്ന് നായകൻ രക്ഷപ്പെടും. അത് കഴിഞ്ഞ് അയാളുടെ ജീവിതത്തിലൊരു സിംഹക്കൂട്ടിൽ പെട്ടതുപോലെയുള്ള ഒരു അനുഭവം അദ്ദേഹം നേരിടുന്നു. അതിൻ്റെ ക്ലൈമാക്സിലേക്കാണ് പടം പോകുന്നത്. പിന്നെ ചില ഏരിയകളിലൊക്കെ നമുക്കിങ്ങനെ തോന്നി ഇത് ഒഴിവാക്കാമായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്ക് തോന്നി. പിന്നെ
അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നും ഇല്ലാണ്ട് തന്നെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ പിന്നെയും പിന്നെയും ഒരു മാലയിൽ കൊരുത്തതുപോലെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ സിനിമ വൺ ടൈം വാച്ചബിളാണ്. നമ്മുടെ ഫാമിലിയുടെ കൂടെ പോയിരുന്ന് കുട്ടികളോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയാണെന്നുള്ളത്. ഈ സിനിമ വെക്കേഷൻ ഇറങ്ങിയിരുന്നുകൊണ്ടല്ലോ ഇതിൻ്റെ ഡബിൾ ഇമ്പാക്റ്റ് ആയിട്ട് വന്നതിനെന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ളൊരു പടമാണ്. എന്നെ സിനിമയിലേക്ക് ആകർഷിച്ചത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്നെ എൻഗേജ് ചെയ്യിപ്പിച്ചത് അവർ ഓരോ ഫ്രെയിമിലേക്കും കൊണ്ടുവരാൻ ശ്രമിച്ച ആക്ഷേപഹാസ്യമാണ്. സിനിമ പറഞ്ഞു വയ്ക്കുന്ന കുറേ സന്ദേശങ്ങളുണ്ട്. ആശുപത്രിക്ക് മുമ്പിലിരിക്കുന്ന ഒരു വിഗ്രഹം പോലെ, നമ്മുടെ പൊതുനിരത്തുകളിൽ ആംബുലൻസിനെ പോലും തടഞ്ഞിട്ടിട്ട് കേന്ദ്രമന്ത്രിമാരുടെ യാത്ര പോലെ ഒക്കെയുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില അനീതികളെ, അതല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്നൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തലയൂരി പോകുന്നത് പോലെയൊക്കെയുള്ള സറ്റേറിക്കലായിട്ടുള്ള മുഹൂർത്തങ്ങളെ ഈ സിനിമ വരച്ചു കാട്ടുന്നുണ്ട്. തിയേറ്ററിലേക്ക് കുടുംബമായിട്ട് പോയാലും നഷ്ടമില്ല എന്ന് ഉറപ്പ് പറയാവുന്നൊരു സിനിമയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ സിനിമയെ ഒരുപാട് പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം രസിക്കാൻ, ചിരിക്കാൻ, ഒരു ഫീൽ ഗുഡ് പടം കാണാൻ, നല്ലൊരു വൈബുള്ള ഒരു ആംബിയൻസിൽ ഇരുന്നൊരു സിനിമ കാണാനായിട്ടുള്ള പ്രതീക്ഷകൾ മതി. അതിലേറെ അയ്യോ സിംഹം വരും, ഇതൊരു ത്രില്ലറാണോ, സിംഹവുമായിട്ടുള്ള മൽപ്പിടുത്തമുണ്ടോ ഒക്കെ പോലെയുള്ള ചിന്തകളൊക്കെ മറ്റേ ഈ ഒരു അനാവശ്യമായിട്ടുള്ള ചിന്തയായിപ്പോൾ. പിന്നെ സിംഹത്തിനെ എടുത്തു പറഞ്ഞില്ലെങ്കിൽ ഇത് തീരത്തില്ലല്ലോ. സിംഹം ഈ സിനിമയ്ക്കകത്തൊരു പ്രധാന കഥാപാത്രമാണ്. അപ്പോൾ അത് ഗ്രാഫിക് കണ്ടൻറ്റ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് വെച്ചാൽ ഇവർ വിദേശ രാജ്യത്തൊക്കെ പോയത് ഷൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയായിട്ടൊക്കെ വന്ന് തന്നെയാണ് അത് മേർജ് ചെയ്തത്. പക്ഷേ അതിനകത്തൊരു ചില ഏരിയകളിലൊക്കെ നമുക്ക് ആ ഗ്രാഫിക്സിൻ്റെ ക്വാളിറ്റി ബഡ്ജറ്റിങ്ങിനനുസരിച്ച് കുറഞ്ഞു പോയോ എന്നതൊക്കെ ഒരു ചിന്ത വരും. മനോഹരമായിട്ട് അവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സിനിമ വൺ ടൈം വാച്ചബിളാണെന്ന് മാത്രമല്ല, അത്യാവശ്യം പുതിയൊരു പ്രമേയം പറയുന്ന സിനിമയാണ്. നിങ്ങളുടെ പൈസ നഷ്ടം വരില്ല, സമയവും നഷ്ടം വരില്ല. ഉറപ്പായിട്ടും ടിക്കറ്റ് എടുക്കാം.